ഇന്ന് ശാസ്ത്രലോകത്തിലെ വിവാദപരമായ തർക്ക വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ പരിണാമമോ ബൗദ്ധിക രൂപകൽപ്പനാവാദമോ ആണെന്ന് പറയാം. അതായത് എവല്യൂഷൻ ഓർ ഇൻ്റലിജൻസ് ഡിസൈൻ. ചാൾസ് ഡാർവിൻ്റെ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകം പ്രസിദ്ധപ്പെടുത്തുന്ന 1859 വരെ ശാസ്ത്രലോകം പ്രപഞ്ചത്തിൻ്റെയും ജീവൻ്റെയും ഉൽപ്പത്തിക്ക് കാരണക്കാരനായി ഒരു ഇൻ്റലിജൻ്റ് ഡിസൈനർ ഉണ്ട് എന്ന് അംഗീകരിച്ചിരുന്നു. വില്യം പാലയുടെ നാച്ചുറൽ തിയോളജി എന്ന പുസ്തകം 1802 ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിൽ പഠന വിഷയമായിരുന്നു. ഈ പ്രപഞ്ചത്തിന് പിന്നിൽ സൃഷ്ടിതാവായൊരു ദൈവമുണ്ട് എന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഡാർവിൻ്റെ പ്രകൃതി നിർദ്ധാരണം അഥവാ നാച്ചുറൽ സെലക്ഷൻ എന്ന ആശയം 1860 ശേഷം ശാസ്ത്രലോകം അംഗീകരിച്ച നിലയിലേക്ക് വന്നു. ഇന്ന് പ്രൊഫസർ റിച്ചാർഡ് ഡോക്കിൻസ് ദ ബ്ലൈൻഡ് വാച്ച് മേക്കർ എന്ന തൻ്റെ പുസ്തകത്തിലൂടെ ഡാർവിനിസത്തെ പുതിയ മാനങ്ങളിലേക്ക് നയിക്കും. ശാസ്ത്രലോകത്തെ പ്രധാനപ്പെട്ട ഈ തർക്ക വിഷയം നിമിത്തം ദൈവമുണ്ടോ ഇല്ലയോ എന്ന് അനേകം ആളുകൾക്കും സംശയമാണ്. രണ്ടു വശത്തും അതിപ്രഗത്ഭരായ ശാസ്ത്രജ്ഞരുമുണ്ട്. പരിണാമമാണോ ബൗദ്ധിക രൂപകൽപ്പനാവാദമാണോ ശരിയെന്ന് കണ്ടുപിടിക്കേണ്ടത് ബുദ്ധിജീവികളായ നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈ തർക്ക വിഷയത്തിന് ഉത്തരമുണ്ടോ? ഈ തർക്ക വിഷയങ്ങളിൽ ഉത്തരം കണ്ടുപിടിക്കുന്നതിന് നമ്മെ സഹായിക്കുവാൻ AK സ്കറിയ സാർ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം 1980 മുതൽ ഈ തർക്ക വിഷയത്തിൽ രണ്ട് വശങ്ങളെയും വിശകലനം ചെയ്തുള്ള ക്ലാസുകൾ കേരളത്തിനകത്തും പുറത്തുമുള്ള കോളേജ് വിദ്യാർത്ഥികൾക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു. മതങ്ങളെയോ മതഗ്രന്ഥങ്ങളെയോ സ്പർശിക്കാതെ തികച്ചും ശാസ്ത്രീയമായ ഒരു ക്ലാസ് ഈ വിഷയത്തിൽ അദ്ദേഹം നമുക്ക് നൽകുന്നു. ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ഞങ്ങളെ അറിയിക്കുക. നന്ദി. എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ. ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ കോഴിക്കോട് നിന്ന് പരശുരാം എക്സ്പ്രസ്സിലെ കോട്ടയത്തോട്ട് വരികയാണെന്ന് വിചാരിക്കുക. എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുകയാണ്. ഞാൻ അവനോട് ചോദിക്കുകയാണ്, മോനെ നീ എവിടോട്ട് പോകുന്നു? അദ്ദേഹം അതിന് ഉത്തരമായിട്ടിങ്ങനെ, എനിക്കറിയത്തില്ല, ഞാനിപ്പോൾ യാത്ര ചെയ്യുകയാണ്. അല്ല, എന്നാലും നിൻ്റെ യാത്രയ്ക്കൊരു ഉദ്ദേശം കാണത്തില്ലേ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എനിക്ക് പാൻട്രിക്കാരുടെ അടുത്തുണ്ട്, ആഹാരം അവിടെ കുശാലായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ യാത്ര എൻജോയ് ചെയ്യുകയാണ്. അല്ല, ഇത് ട്രിവാൻഡ്രം വരെയുള്ളൂ ഈ ട്രെയിന്. ആ ട്രിവാൻഡ്രം വരെ പോകാം, അത് കഴിഞ്ഞിട്ട് ഉള്ള കാര്യം അവിടെ ചെന്ന് ഞാൻ തീരുമാനിക്കും. എന്നാലും ഒരു ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുകയോ? അതെ, എനിക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. ഞാൻ യാത്ര ചെയ്യുകയാണ്, യാത്രയെ ഞാൻ സന്തോഷിക്കുന്നു. ഞാനിത് ഒരു ഉദാഹരണം നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ് ഇന്നത്തെ ബഹുഭൂരിപക്ഷം ബുദ്ധിജീവികളെയും ജീവിതത്തിൻ്റെ ഉദ്ദേശം അറിയാൻ മേലാതെ യാത്ര ചെയ്യുന്നവർ. നമുക്ക് ആ ചെറുപ്പക്കാരനോട് സിമ്പതി തോന്നും. ജീവിതത്തിൻ്റെ യാത്രയുടെ ഉദ്ദേശം അറിയാതെ യാത്ര ചെയ്യുന്ന ആളെ കുറിച്ച് നമുക്ക് സിമ്പതി തോന്നും. ഈ ബുക്കിൻ്റെ ഓതറിനെക്കുറിച്ച് അല്പം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ബുക്കിൻ്റെ പേര് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ഫ്രം ബിഗ് ബാങ് ടു ബ്ലാക്ക് ഹോൾസ്. ഇത് എഴുതിയ ആൾ ഡോക്ടർ സ്റ്റീഫൻ ഹോക്കിങ്, ഇംഗ്ലണ്ടിലുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിന് പ്രത്യേകത, അദ്ദേഹത്തിന് സംസാരിക്കാനൊക്കത്തില്ല, എഴുതാനൊക്കത്തില്ല, നടക്കാനൊക്കത്തില്ല. ഒരു വീൽ ചെയറിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹത്തിനൊരു സ്പീച്ച് സിന്തസൈസറുണ്ട്, അതുവഴിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഈ ബുക്ക് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഒക്കെ പറയുന്ന ഒരു ബുക്കാണ്. വളരെ നല്ലൊരു ബുക്കാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചാപ്റ്റർ, കൺക്ലൂഷൻ, ചാപ്റ്റർ 11, ഈ ചാപ്റ്റർ അവസാനിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. Then we shall all, philosophers, scientists and just ordinary people, be able to take part in the discussion of the question of why it is that we and the universe exist. If we find the answer to that, it would be the ultimate triumph of human reason, for then we would know the mind of God. അദ്ദേഹം പറയാണ്, നമ്മളും പ്രപഞ്ചവും എന്തിനാണ് നിലനിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഉദ്ദേശം, ആ ഉത്തരം കണ്ടുപിടിച്ചാൽ മനുഷ്യയുക്തിയുടെ വലിയൊരു നേട്ടമായിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ മനസ്സറിയാം. അതായത് നമ്മളെന്തിനാണ് ജീവിക്കുന്നത് അദ്ദേഹത്തിന് അറിയത്തില്ല. ഈ പ്രപഞ്ചം എന്തിനാണ് നിൽക്കുന്നതെന്ന് അറിയത്തില്ല. പ്രപഞ്ചം വളരെ അത്ഭുതകരമായൊരു വണ്ടറാണെന്ന് പറയാം.
പക്ഷേ ഇതെന്തിനാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നിൽക്കുന്നത്? നമ്മളെന്തിന് ജീവിക്കുന്നു? നമ്മളെന്തിനാണ്? ഇത് പല ബുദ്ധിജീവികൾക്കും ഇന്ന് ജീവിതത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് അറിയത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തിന് യാത്ര ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ നമ്മളെന്തിന് ജീവിക്കുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്, പലർക്കും അറിയത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഉദ്ദേശം എന്തിനാണ് ജീവിക്കുന്നത്? ബെർട്രാൻഡ് റസ്സൽ പറയുകയാണ്, ഒരു ദൈവത്തെ കൂടാതെ ജീവിതത്തിന് ഉദ്ദേശമില്ല. ദൈവം ഉണ്ടെങ്കിൽ ജീവിതത്തിന് ഉദ്ദേശമുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. ബെർട്രാൻഡ് റസ്സലും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലോസഫറാണ്, മാത്തമാറ്റീഷ്യനായിരുന്നു, കഴിഞ്ഞ തലമുറയിലുള്ള ശാസ്ത്രജ്ഞനാണ്. ഒരു ദൈവം ഉണ്ടെങ്കിൽ ജീവിതത്തിന് ഉദ്ദേശമുണ്ട്. ഞാൻ ഒരിക്കലെ ഹിന്ദു പേപ്പറിൽ ഇങ്ങനൊരു ആർട്ടിക്കിൾ വായിച്ചു. ക്വസ്റ്റ്യൻസ് വിത്തൗട്ട് ആൻസേഴ്സ് ആർ വർത്ത് ആസ്കിങ്. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത് നല്ലതാണ്, യോഗ്യമാണ്. അതിന് ഉത്തരമില്ലാത്ത ചോദ്യം, ശാസ്ത്രലോകത്തിന് ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങളുണ്ട്. അദ്ദേഹം ആ ആർട്ടിക്കിൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ക്വസ്റ്റ്യൻസ് അബൌട്ട് വൈ വി ആൻഡ് ദി യൂണിവേഴ്സ് എക്സിസ്റ്റ് ആർ വർത്ത് ആസ്കിങ് ഈവൻ ഇഫ് ദെയർ ആർ നോ ആൻസേഴ്സ്. ഉത്തരമില്ലെങ്കിലും നമ്മളും പ്രപഞ്ചവും എന്തിനാണ് നിലനിൽക്കുന്നതെന്നുള്ള ചോദിക്കുന്നത് നല്ലതാണ്, ഉത്തരമില്ലെങ്കിൽ. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നുള്ളതിന്? അതുപോലെ തന്നെയുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങളൂടുണ്ട്. ഞാൻ ആരാണ്? ഞാൻ എവിടുന്ന് വന്നു? ഞാൻ എങ്ങോട്ട് പോകുന്നു? എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താ? മരണത്തിന് ശേഷം എന്ത്? ഈ ചോദ്യങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ട്. പക്ഷേ ഇതിന് രണ്ടുത്തരമുണ്ട്. ദൈവം ഉണ്ടെങ്കിൽ ഒരു ഉത്തരം, അതല്ല പരിണമിച്ചാണ് പ്രപഞ്ചവും ജീവനും ഒക്കെ ഉണ്ടായെങ്കിൽ കാര്യമായ ഉത്തരമൊന്നുമില്ല. ഒരു നല്ല പങ്ക് ശാസ്ത്രജ്ഞന്മാരും വിശ്വസിക്കുന്നത് ഈ പ്രപഞ്ചം ഒരു കാലത്ത്, അതായത് ഏകദേശം 1500 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു അണ്ഡമായിരുന്നു. അതിൻ്റെ ഡെൻസിറ്റി, അതായത് കോസ്മിക് എഗ്, അതിൻ്റെ ഡെൻസിറ്റി ഇൻഫിനിറ്റ് ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി ഇൻഫിനിറ്റി ആകുമ്പോൾ വോളിയം 0, അല്ലെങ്കിൽ ഒരു പോയിൻ്റ് മാത്രം, ഒരു സിംഗുലാരിറ്റി എന്നാണ് ടെക്നിക്കൽ നെയിം. യൂണിവേഴ്സ് ഒരു കാലത്ത് ഒരു സിംഗുലാരിറ്റി ആയിരുന്നു. ആ സിംഗുലാരിറ്റി ഒരു ബിഗ് ബാങ്ങിൻ്റെ ഫലമായിട്ട്, ഒരു മഹാസ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് കാണുന്ന യൂണിവേഴ്സ് ഉണ്ടായി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആ യൂണിവേഴ്സിൽ എന്തൊക്കെയുണ്ട്? നമ്മൾ അധിവസിക്കുന്ന ഭൂമി ഉൾപ്പെടുന്ന സൗരയൂഥം ഉൾപ്പെടുന്ന ആകാശഗംഗ എന്ന് പറഞ്ഞ ഗാലക്സി, അതുപോലെ ആകാശഗംഗ ഗാലക്സി പോലെ ലക്ഷക്കണക്കിന് ഗാലക്സികൾ. അപ്രോക്സിമറ്റ്ലി ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ഒരു 10 ബില്യൺ ഗാലക്സികളുണ്ടെന്നാണ്. 10 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി, 10 ബില്യൺ എന്ന് പറഞ്ഞാൽ 1000 കോടി, ചില 10,000 കോടി, ചില ലക്ഷം കോടി, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. എന്നാലും നമുക്ക് ഒരു ആവറേജ് 10,000 കോടി ഗാലക്സികൾ. ഒരു ഗാലക്സിയിൽ അവരുടെ അഭിപ്രായത്തിൽ 100 ബില്യൺ സ്റ്റാർസ്, അതായത് 100 ബില്യൺ എന്ന് പറഞ്ഞാൽ 10,000 കോടി നക്ഷത്രങ്ങൾ. അതിലെ ഒരു നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ. അപ്പോൾ ഈ ഗാലക്സിയെക്കുറിച്ച് നമ്മൾ അല്പം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ 2 നക്ഷത്രങ്ങൾ തമ്മിൽ ഏകദേശം 30 ട്രില്യൺ മൈൽസ് എങ്കിലും കാണും. ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്ന് പറയും. അതായത് ഒരു നക്ഷത്രവും മറ്റൊരു നക്ഷത്രവും തമ്മിൽ കുറഞ്ഞത് ഈ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം, 30 ട്രില്യൺ മൈൽസ്. അമേരിക്കയൊക്കെ സ്പേസ് ഷട്ടിൽ അയച്ചതായിട്ട് നമുക്കറിയാം. ഒരു സ്പേസ് ഷട്ടിൽ കൊളംബിയ തകർന്നു പോയി. സ്പേസ് ഷട്ടിലിൻ്റെ സ്പീഡ് ഏകദേശം 17,000 മൈലാണ് മണിക്കൂറിൽ. അതല്ലെങ്കിൽ പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 5 മൈൽ. നമ്മൾ ഒരു സെക്കൻഡ് 5 മൈലിൽ സ്പീഡിൽ ഒരു നക്ഷത്രത്തിൽ നിന്ന് മറ്റൊരു നക്ഷത്രത്തിലേക്ക് യാത്ര ചെയ്യാമെന്ന് വെച്ചു. എത്ര നാളെടുക്കുമെന്നറിയോ? 2,01,450 വർഷമെടുക്കും. ഒരു മണൽത്തരിയിൽ നിന്ന് മറ്റൊരു മണൽത്തരി. എന്താണ് ഞാൻ മണൽത്തരി എന്ന് പറഞ്ഞാൽ, ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ലോകത്തിലെ കടൽ തീരത്തെല്ലാം എന്തുമാത്രം മണൽത്തരികളുണ്ടോ അത്രയും നക്ഷത്രങ്ങൾ കാണും. ഒരു നക്ഷത്രത്തിൽ നിന്ന് മറ്റൊരു നക്ഷത്രത്തിലെ സ്പേസ് ഷട്ടിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ 2,01,450 വർഷം എടുക്കുമെങ്കിൽ യു ജസ്റ്റ് ഇമാജിൻ ദ വാസ്റ്റ്നെസ് ഓഫ് ദ യൂണിവേഴ്സ്. എത്ര വലിയൊരു പ്രപഞ്ചമാണ് ഈ പ്രപഞ്ചം. ഒരു കാലത്ത് ഒരു കോസ്മിക് എഗ്ഗായിരുന്നു, ഒരു സിംഗുലാരിറ്റി അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പിൻ്റെ വലിപ്പമുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് പൊട്ടിത്തെറിച്ചെന്ന് നിങ്ങൾക്ക്
വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും അതാണ് ബഹുഭൂരിപക്ഷ ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നത്. ആ കോസ്മിക് എക്കിൽ നിന്ന് കോസ്മിക് എക്കിൽ നിന്നാണ് നമ്മുടെ ഈ ഭൂമി ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ അത്ഭുതം തോന്നും. ഭൂമിയുടെ ഒരു ചിത്രം നമുക്ക് ഈ ഗ്ലോബ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഡയമീറ്റർ 8000 മൈലാണ്. നമുക്കറിയാം ഒരു ദിവസം കൊണ്ട് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു പ്രാവശ്യം കറങ്ങും. 8000 മൈലാകുമ്പോൾ ഈ ചുറ്റളവ് എത്ര വരും? πd എല്ലാവർക്കും അറിയാവുന്നതാണ്. π ഇൻറ്റു ഡയമീറ്റർ. അങ്ങനെയാകുമ്പോൾ 24000 മൈൽ അപ്രോക്സിമേറ്റ്ലി. 24 മണിക്കൂർ കൊണ്ട് 24000 മൈൽ ഭൂമി കറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമധ്യരയിൽ നിൽക്കുന്ന ഒരാളുടെ സ്പീഡ് എത്രയാണെന്നറിയോ? 1000 മൈലാണ് മണിക്കൂറിൽ. അതായത് 1600 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ സ്പീഡ്. വലിയ സ്പീഡല്ലേ? നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ കൂടി വന്നാൽ 100 കിലോമീറ്റർ ആയിരിക്കും മണിക്കൂറിന് യാത്ര. ഇത് 1600 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യണം. സെയിം ടൈം നമ്മൾ സൂര്യന് ചുറ്റും യാത്ര ചെയ്യുന്നുണ്ട്. 365 ദിവസം 5 മണിക്കൂർ 45 മിനിറ്റ് ഏതാണ്ട് സെക്കൻഡ് വരെ 46 സെക്കൻഡ് കറക്റ്റായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സൂര്യന് ചുറ്റിനുമുള്ള യാത്ര 1000 മൈൽ പെർ മിനിറ്റാണ്. ഒരു മിനിറ്റിൽ 1000 മൈൽ. അങ്ങനെയാണെങ്കിൽ അതായത് ഒരു സെക്കൻഡിൽ ഏതാണ്ട് 29 കിലോമീറ്റേഴ്സ് ദൂരം നമ്മൾ യാത്ര ചെയ്യുകയാണ്. അതിഭയങ്കര സ്പീഡ് യാത്ര ചെയ്യാണ്. സെയിം ടൈം നമ്മൾ സൂര്യന് ചുറ്റിനും യാത്ര ചെയ്യുന്ന ഈ സൂര്യനും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5 ലക്ഷം മൈലാണ് മണിക്കൂറിൽ സൂര്യൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ്? നമ്മുടെ ഗാലക്സിയുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ ആകാശഗംഗ അല്ലെങ്കിൽ മിൽക്കി വേ. മിൽക്കി വേയിൽ സൂര്യൻ ഒരു പ്രാവശ്യം കറങ്ങണമെങ്കിൽ 22.5 കോടി വർഷം എടുക്കും. 2 മില്യൺ സെഞ്ചുറീസ് എന്ന് പറയും. അല്ലെങ്കിൽ 22 കോടി വർഷം എടുക്കും സൂര്യൻ ഒരു പ്രാവശ്യം അതിൻ്റെ ഒരു റെവല്യൂഷൻ നടക്കണമെങ്കിൽ. ഇതുപോലെ തന്നെ നമുക്ക് നോക്കാം, ഈ ഗാലക്സിയും യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. 11 ലക്ഷം മൈലിലാണ് മണിക്കൂറിൽ ഗാലക്സി യാത്ര ചെയ്തുകൊണ്ട് എല്ലാം യാത്ര ചെയ്തുകൊണ്ട്. ഇതെല്ലാം ഒരു പൊട്ടിത്തെറിയിലുണ്ടായെന്നാണ് പറയുന്നത്. അതേസമയത്ത് നമ്മൾ നോക്കണം, നമ്മുടെ ഭൂമി, സൂര്യൻ്റെ തൊട്ടടുത്ത് മെർക്കുറി, വീനസ്, പിന്നാണ് ഭൂമി, പിന്നെ മാർസ്, അങ്ങനെ 9 ഗ്രഹങ്ങൾ. പ്ലൂട്ടോ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, കറങ്ങുന്നുണ്ടെങ്കിലും പ്ലൂട്ടോയെ നമ്മൾ ഇപ്പോൾ ഗ്രഹമെന്നുള്ള സ്റ്റാറ്റസിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സൗരയൂഥത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു 105 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ സൂര്യനിലേക്ക് ഒരു വാഹനത്തെ യാത്ര ചെയ്യുന്നു. മണിക്കൂർ 105 കിലോമീറ്ററിൽ ഏതാണ്ട് 175 വർഷം എടുക്കും സൂര്യന് ചെല്ലാൻ. നമ്മൾ പ്ലൂട്ടോയിലോട്ടൊന്ന് യാത്ര ചെയ്യാൻ പോവുകയാണെങ്കിൽ, സെയിം സ്പീഡ് യാത്ര ചെയ്യുകയാണെങ്കിൽ ഏകദേശം 6000 വർഷം എടുക്കും പ്ലൂട്ടോയിൽ ചെല്ലാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടിയല്ലോ. എത്ര ബൃഹത്തായ പ്രപഞ്ചം. ഈ പ്രപഞ്ചം പൊട്ടിത്തെറിയുന്നുണ്ടായെന്നാണ് ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നത്. ഞാനതിനൊരു നിങ്ങൾക്കറിയാം, ലോകത്തിലെ ബ്രില്യൻ്റായിട്ടുള്ള 2 ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ച് പറയാറുണ്ട്. ഒരാൾ എയിൻസ്റ്റീനാണ്, മറ്റൊരാൾ ഐസക് ന്യൂട്ടനാണ്. ചിലർ പറയുന്നത് ഐസക് ന്യൂട്ടനാണ് ഏറ്റവും ബ്രില്യൻ്റായിട്ട് ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനൊരു കഥ അദ്ദേഹത്തെക്കുറിച്ചുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഈ പൊട്ടിത്തെറിച്ചുണ്ടായി അല്ലെങ്കിൽ ഇതെല്ലാം യാദൃശ്യമായിട്ടുണ്ടായതാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഫ്രണ്ടുണ്ട്. അദ്ദേഹം പരീക്ഷണശാലയിൽ വന്നു. അപ്പോൾ എപ്പോഴും ദൈവമില്ല, ഇതെല്ലാം ഇങ്ങനെ പൊട്ടിത്തെറിച്ചുണ്ടായെന്നാണ് പറയുന്നത്. ഐസക് ന്യൂട്ടൻ എന്ത് ചെയ്യുന്നു? സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു മോഡൽ അദ്ദേഹം ലാബിലുണ്ടാക്കി. എങ്ങനെയാണ് സൂര്യൻ, മെർക്കുറി, വീനസ്, എർത്ത്, മാർസ് അങ്ങനെയൊക്കെയുള്ള. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്കെയിൽ വരയ്ക്കാനൊക്കത്തില്ല. കാരണം സൂര്യനെ നമ്മളൊരു സ്കെയിൽ വരയ്ക്കുകയാണെങ്കിൽ ഒരു 6 ഇഞ്ച് വലിപ്പമുള്ള ഒരു ഗോളം ആക്കണം, ഒരു പന്ത് പോലെ ആക്കണം, മോഡൽ ഉണ്ടാക്കാണ്. തൊട്ട് മെർക്കുറിയെ നമുക്ക് ഒരു 1/2 മില്ലിമീറ്റർ വലിപ്പമുള്ള ഒരു ബോളായിട്ട് വെക്കണം. എവിടെ വെക്കണം? നമുക്ക് 6.4 മീറ്റർ അകലെ വെക്കണം. സൂര്യനിൽ നിന്ന് 6.4 മീറ്റർ അകലെ മെർക്കുറി കാണിക്കണം. പിന്നെ വീനസ്, എർത്ത് ഒരു 1 mm ഉള്ള ഒരു ഒരു ഗോളമായിട്ട് കാണിക്കണം. അങ്ങനെ ഈ സ്കെയിൽ മോഡൽ ഉണ്ടാക്കി ലാബറട്ടറി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഐസക് ന്യൂട്ടൻ്റെ ഫ്രണ്ട് വന്നു. അദ്ദേഹത്തിന് ഈ മോഡൽ കണ്ടപ്പോൾ വളരെ ആശ്ചര്യമായിട്ട് തോന്നി. അദ്ദേഹം ചോദിക്കുകയാണ്,
ഇതെങ്ങനെ ഈ മോഡൽ, ഇത് ആരാ ഇത് ഡിസൈൻ ചെയ്തത്, ആരാണ് ഇത് നിർമ്മിച്ചത്? ഐസക് ന്യൂട്ടൺ പറഞ്ഞു, അത് പൊട്ടിത്തെറിച്ചുണ്ടായതാണ്, ആരും നിർമ്മിച്ചതല്ല. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ യുക്തി പറഞ്ഞു, അങ്ങനെയൊന്നും ഈ മോഡൽ ഉണ്ടാകത്തില്ല, ഇത് ആരെങ്കിലും ഉണ്ടാക്കിയതാണ്, ആരുണ്ടാക്കിയെന്ന് അദ്ദേഹത്തിന് അറിയണം. ഐസക് ന്യൂട്ടൺ പറയുന്നു, പിന്നെയും പറഞ്ഞു, ഇത് പൊട്ടിത്തെറിയുടെ ഫലമായിട്ടുണ്ടായതാണ്. നോക്കണം, ഈ അതിഭയങ്കരമായ പ്രപഞ്ചം എന്ന് വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞൻ ഈ മോഡലിൽ ഒരു ബുദ്ധി സംവിധായകൻ, ഒരു ഡിസൈനർ വേണം, അല്ലെങ്കിൽ ഒരു കാരണക്കാരൻ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഞാൻ പറയുന്ന ഇൻവെർട്ടർ ലോജിക് എന്നാണ്, തലതിരിഞ്ഞ യുക്തി. സൗരയൂഥവും പ്രപഞ്ചവും ഒക്കെ പൊട്ടിത്തെറിച്ചുണ്ടായി, മോഡലിന് ആരും വേണ്ട, തന്നെ ഉണ്ടായി എന്ന് പറയുന്നത് തലതിരിഞ്ഞ യുക്തിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ മോഡൽ ഉണ്ടാകണമെങ്കിൽ ഒരു ബുദ്ധി സംവിധാനം വേണം. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ പുറകിലും ഒരു ബുദ്ധി സംവിധാനമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ശാസ്ത്രജ്ഞന്മാർ അടുത്തിടെ കണ്ടുപിടിച്ചൊരു വലിയ സത്യം, പ്രപഞ്ചത്തിന് ആരംഭമുണ്ട്. പല ശാസ്ത്രജ്ഞന്മാരെ എനിക്ക് കോട്ട് ചെയ്യാം. ഒരാളെ പോൾ ഡേവിസാണ്. പോൾ ഡേവിസ് പറയുന്നത്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സയൻറ്റിഫിക് ഡിസ്കവറി ഓഫ് അവർ ഏജ് ഈസ് ദാറ്റ് ദ ഫിസിക്കൽ യൂണിവേഴ്സ് ഡിഡ് നോട്ട് ഓൾവേസ് എക്സിസ്റ്റ്. ഈ ഭൗതിക പ്രപഞ്ചം എന്നും ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. അതായത് ഒരു സിറ്റുവേഷൻ, പ്രപഞ്ചമില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, പിന്നീട് പ്രപഞ്ചം ഉണ്ടാകും. അതായത് പ്രപഞ്ചത്തിൻ്റെ ഒരു ആരംഭമുണ്ടെന്നുള്ളത് തന്നെയല്ലേ അദ്ദേഹം പറയുന്നത്. അതുപോലെ ഞാൻ വേറൊരു സയൻറ്റിസ്റ്റിനെ കോട്ട് ചെയ്യാം. നാസയുടെ ഒരു വിങ്ങാണ് ഗോഡാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗോഡാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറും ഫൗണ്ടറുമായ അദ്ദേഹത്തിൻ്റെ പേര് റോബർട്ട് ജാസ്ട്രോ. അദ്ദേഹം ഗോഡ് ആൻഡ് ആസ്ട്രോണമർ എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിനകത്ത് അദ്ദേഹം പറയുന്നത്, there are 3 lines of evidence that universe has got a beginning: history of the stars, the motion of galaxies, and the laws of thermodynamics. Pointed to one conclusion, that universe has had a beginning. യൂണിവേഴ്സ്, അതായത് തെർമോഡൈനാമിക്സിൻ്റെ നിയമങ്ങൾ നിങ്ങൾക്ക് കേട്ടിട്ടുള്ളതാണ്. ഒന്നാം നിയമം, എനർജി ഈസ് നൈദർ ക്രിയേറ്റഡ് നോട്ട് ഡിസ്റ്റോർഡ്, ടോട്ടൽ എനർജി ഇൻ ദ യൂണിവേഴ്സ് ഈസ് കോൺസ്റ്റൻറ്റ്. ഊർജം സൃഷ്ടിക്കാനും ഒക്കത്തില്ല, നശിപ്പിക്കാനും ഒക്കത്തില്ല. പ്രപഞ്ചത്തിലുള്ള ഊർജത്തിന് സ്ഥിരതയാണ്, കോൺസ്റ്റൻ്റാണ്. എന്നാൽ ഈ അവൈലബിൾ എനർജി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആണെങ്കിലും അവൈലബിൾ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ യൂണിവേഴ്സ് ഈസ് ഗോയിങ് ടു ഹീറ്റ് ഡെത്ത് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്. കുറേ കഴിയുമ്പോൾ യൂണിവേഴ്സ് ഒരു ഡെത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അങ്ങ് പുറകോട്ട് നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലോയിലെത്തും. ഫസ്റ്റ് ലോ പറയുന്നത് ടോട്ടൽ എനർജി ഇൻ ദ യൂണിവേഴ്സ് ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതായത് പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിൽ സമയം തുടങ്ങിയ സമയത്ത് കംപ്ലീറ്റ് എനർജി വാസ് യൂസ്ഫുൾ എനർജി, അല്ലെങ്കിൽ പ്രപഞ്ചത്തിനൊരു ആരംഭം ഉണ്ടെന്നാണ്. പ്രപഞ്ചത്തിന് ഒരു ആരംഭം ഉണ്ടെന്നത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഞാൻ നേരത്തെ ഡിസ്ക്രൈബ് ചെയ്ത ഈ വലിയ പ്രപഞ്ചം, അവർണ്ണനീയമായ പ്രപഞ്ചത്തിന് ഒരു ആരംഭം ഉണ്ടെങ്കിൽ അതൊരു വലിയ സംഭവമല്ലേ. ശാസ്ത്രജ്ഞന്മാർ എല്ലാവരും അംഗീകരിക്കുന്നൊരു തത്വം, സയൻസിലൊരു തത്വം, എനി ഇവൻറ്റ് ഷുഡ് ഹാവ് എ കോസ്. ഒരു സംഭവം നടന്നാൽ അതിന് കാരണം കണ്ടിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞ വലിയൊരു സംഭവം തന്നെയാണ്. പോൾ ഡേവിസ് പറഞ്ഞു, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സയൻറ്റിഫിക് ഡിസ്കവറി ഓഫ് അവർ ഏജ് ഈസ് ദാറ്റ് ദ ഫിസിക്കൽ യൂണിവേഴ്സ് ഡിഡ് നോട്ട് ഓൾവേസ് എക്സിസ്റ്റ്. ഈ ഫിസിക്കൽ യൂണിവേഴ്സ് തുടങ്ങുന്നു, ആരംഭിക്കുന്നു, അതൊരു വലിയ സംഭവമാണ്. എങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഈ പ്രപഞ്ചത്തെക്കാൾ ഉന്നതനായിരിക്കണം. ദ കോസ് ഷുഡ് ബി ക്വാളിറ്റേറ്റീവ്ലി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ഗ്രേറ്റർ ദാൻ ദ യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തെക്കാൾ ഉന്നതനായിരിക്കണം അതിൻ്റെ കാരണക്കാരൻ. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് ജീവൻ്റെ ഉൽപ്പത്തി, മനുഷ്യൻ്റെ ഉൽപ്പത്തി. നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. പ്രപഞ്ചോൽപ്പത്തിയെക്കുറിച്ച് 2 സിദ്ധാന്തങ്ങളാണുള്ളത്. ഒന്ന് സ്റ്റഡി സ്റ്റേറ്റ് തിയറി, 2 ബിഗ് ബാങ് തിയറി. സ്റ്റഡി സ്റ്റേറ്റ് തിയറിയുടെ ഉപജ്ഞാതാവായിരുന്ന സർ ഫ്രെഡ്ഹോയിൽ അദ്ദേഹം തന്നെ അത് തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് സ്റ്റഡി സ്റ്റേറ്റ് തിയറിയെക്കുറിച്ച് ഞാൻ പ്രതിപാദിക്കുന്നില്ല. ബിഗ് ബാങ് ആണ് ഇന്ന് ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിലുള്ള ഒരു തിയറി. പക്ഷേ പല പ്രമുഖ ശാസ്ത്രജ്ഞന്മാരും ബിഗ് ബാങ് ഉപേക്ഷിച്ച് കഴിഞ്ഞു. കോമൺ സെൻസ് തന്നെ നമുക്കറിയാമല്ലോ, ഒരു പൊട്ടിത്തെറിയുടെ ഫലമായിട്ട് ഹൈലി ഓർഡേർഡ് ആയിട്ടുള്ള യൂണിവേഴ്സ് ഉണ്ടാകുക എന്ന് പറയുന്നത് നടക്കത്തില്ല. പൊട്ടിത്തെറിച്ച് ഡിസോർഡറിലേക്ക് പോവുകയാണ്. പൊട്ടിത്തെറിയിലുണ്ടാകുന്നത് റേഡിയലായിട്ടാണ് പൊട്ടിത്തെറിച്ച സാധനങ്ങൾ തെറിക്കുന്നത്. റേഡിയൽ മോളിൽ നിന്ന് കർവിലീനിയൽ മോഷൻ ഉണ്ടാകുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്.
നമ്മൾ നോക്കുമ്പോൾ സോളാർ സിസ്റ്റത്തിൽ നോക്കുമ്പോൾ സൂര്യന് ചുറ്റിനും 9 ഗ്രഹങ്ങളുണ്ടെങ്കിൽ 7 ഗ്രഹങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസ് നടക്കുമ്പോൾ 2 ഗ്രഹങ്ങൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറങ്ങുന്നത്. ഒരു 70 മൂണെങ്കിലും കാണും സോളാർ സിസ്റ്റം. ചില മൂന്ന് ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ ചിലത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്നത്. പൊട്ടിത്തെറിയുടെ ഫലമായിട്ട് എങ്ങനെയാണ് ഇങ്ങനെയുള്ള വൈരുദ്ധ്യമായ രീതിയിലുള്ള കറക്കൽ ഉണ്ടാകുന്നത്? അതുകൊണ്ട് പൊട്ടിത്തെറി ശാസ്ത്രീയമായിട്ട് അംഗീകരിക്കാൻ ഒക്കത്തില്ല. എന്നാലും വേറെ ഒന്നുമില്ലാത്തതുകൊണ്ട് ബഹുഭൂരിപക്ഷം ശാസ്ത്രജ്ഞന്മാരും ബിഗ് ബാങ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അതല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ ഒരു ഡിസൈൻ ചെയ്തു, ഈ യൂണിവേഴ്സിനെ ഡിസൈൻ ചെയ്തു എന്നുള്ളതാണ് എടുക്കേണ്ടത്. ആയതിനാൽ അതിനുള്ള മടിയാണ് ബിഗ് ബാങ് തിയറി എടുത്തിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ കോസിനെ കുറിച്ച് നമുക്ക് അല്പം കൂടെ ചിന്തിക്കുകയാണെങ്കിൽ ദ കോസ് ഷുഡ് ബി ക്വാളിറ്റേറ്റീവ്ലി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ഗ്രേറ്റർ ദാൻ ദ എഫക്റ്റ്. അപ്പോൾ ഈ പ്രപഞ്ചത്തെക്കാളും ഗുണപരമായിട്ടും വലിപ്പത്തിലും വലിയതായിരിക്കണം ആ കോസ്. ദ കോസ് മസ്റ്റ് ബി സെൽഫ് എക്സിസ്റ്റൻ്റ്. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പേ കാരണക്കാരനുണ്ട്, പ്രപഞ്ചത്തിന് മുമ്പുണ്ട്. പിന്നെ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ യൂണിവേഴ്സ് ഈസ് എ സ്പേസ് മാറ്റർ ടൈം കോണ്ടിന്യൂം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പദാർത്ഥം, ഇടം, സമയം, ഇത് മൂന്നും കൂടെ ചേർന്ന യൂണിവേഴ്സിൻ്റെ 3 ഭാഗമാണെന്ന് പറയാം. പദാർത്ഥം, ഇടം, സമയം. പദാർത്ഥം ഇരിക്കാൻ ഇടം വേണം, അല്ലെങ്കിൽ സ്പേസ് വേണം. സ്പേസിൽ പദാർത്ഥം മൂവ് ചെയ്യുമ്പോഴാണ് ടൈം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കിട്ടുന്നത്. അപ്പം യൂണിവേഴ്സിൻ്റെ കാരണക്കാരൻ ടൈംലെസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇറ്റേണൽ ആയിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹം ഈ പ്രപഞ്ചത്തിൻ്റെ കോസ് ആകുമ്പോൾ പ്രപഞ്ചത്തിൽ എന്തുമാത്രം ഊർജ്ജമാണ്, സൂര്യനിൽ നിന്നുള്ള ഊർജ്ജമാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ലൈറ്റ് കത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നക്ഷത്രങ്ങളിലൊക്കെയുള്ള ഊർജ്ജത്തിൻ്റെയൊക്കെ കാരണക്കാരൻ അദ്ദേഹം ഒംനിപൊട്ടൻ്റ് ആയിരിക്കണം, ഒരു സർവശക്തനായിരിക്കണം. പിന്നെ അദ്ദേഹം ഈ പ്രപഞ്ചത്തിൽ ഈ ഗാലക്സികളെല്ലാം ഈ രീതിയിൽ ഡിസൈൻ ചെയ്ത് അതിനെ മൂവ് ചെയ്യിക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിൽ അദ്ദേഹത്തിന് പ്രപഞ്ചത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളായിരിക്കണം. അങ്ങനെ ഒരാൾ, അതായത് ഒംനി പ്രസൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയ അറിയാവുന്ന സർവ്വസാന്നിധ്യമുള്ള ആളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയോ, ഞാൻ പറയുന്നത് ഇൻഫിനിറ്റ് ബുദ്ധി വേണം ഇതിനെല്ലാം. നമ്മളൊരു ചന്ദ്രനെ വാഹനം അയക്കുമ്പോൾ എന്തുമാത്രം ശാസ്ത്രജ്ഞന്മാരാണ് ഭൂമിയിലിരുന്ന് ഡിസൈൻ ചെയ്ത്, എത്ര ദിവസം ഡിസൈൻ ചെയ്താണ് നമ്മുടെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ചന്ദ്രനെ പര്യവേഷണം നടത്തുന്ന വാഹനം അയക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വാഹനത്തെക്കാളൊക്കെ സങ്കീർണമായ ഗ്രഹങ്ങളും മൂണുകളും നക്ഷത്രങ്ങളും ഒക്കെ അത് ഡിസൈൻ ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി ഇൻഫിനിറ്റാണെന്ന് ഞാൻ പറയും. അപാര ബുദ്ധിശക്തിയായിരിക്കണം. അങ്ങനെ ഒരു കാരണക്കാരൻ കാണും. അങ്ങനെ ഒരു കാരണക്കാരനെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? നമ്മൾ വളരെ റെസ്പെക്റ്റ്ഫുള്ളി അദ്ദേഹത്തെ ദൈവം എന്ന് വിളിക്കും. കാരണം പ്രപഞ്ചത്തിൻ്റെ കാരണക്കാരൻ, സർവശക്തൻ, സർവജ്ഞാനി, അനന്തമായ ബുദ്ധിശക്തിയുള്ള അദ്ദേഹം ഈ മസ്റ്റ് ബി പേഴ്സണൽ. അത് ഒരു വ്യക്തിത്വമായിരിക്കണം. ഒരു കമ്പ്യൂട്ടർ ഒരു വ്യക്തി എന്ന് പറയാനൊക്കത്തില്ല. പക്ഷെ ഇതുപോലെയുള്ള ഞാൻ അദ്ദേഹം എന്ന് പറയും റെസ്പെക്റ്റബിളി, അദ്ദേഹം ഒരു വ്യക്തിത്വമുള്ള ആളാണ്. കാരണം ഇതിനെയൊക്കെ ഒരു ഇമ്പേഴ്സണൽ ഫോഴ്സിനെ ഇതൊക്കെ നിർമ്മിക്കാനൊക്കത്തില്ല. ചില പറയാറുണ്ട് എന്തോ ഒരു ശക്തി ഇതിൻ്റെ പുറകിലുണ്ടെന്ന്. ശക്തിക്ക് വല്ലതും ഡിസൈൻ ചെയ്യാനൊക്കുമോ? ഇത്രമാത്രം പ്രപഞ്ചത്തെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത അദ്ദേഹം ഒരു ശക്തിയല്ല. അദ്ദേഹത്തിന് ശക്തിയുണ്ട്, അനന്തമായ ശക്തിയാണ്. പക്ഷേ അദ്ദേഹം ഒരു പേഴ്സണലാണ്. ഇതിനെ ഡിസൈൻ ചെയ്യത്തക്കവണ്ണമുള്ള ബുദ്ധിശക്തിയുള്ള ഒരു വ്യക്തിത്വമാണ് എന്ന് ഞാൻ പറയും. അങ്ങനൊരു വ്യക്തിത്വം ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തെ നോക്കുന്നത്. ഒരു മഹാനായ ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം എൻ്റെ കൈവേലെ പ്രശ്നമാക്കുന്നു. ഈ പ്രപഞ്ചം നോക്കിയാൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കാൻ സാധിക്കും. എത്ര മനോഹരമാണ്. രാത്രി നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങളെയൊക്കെ കാണാം. നക്ഷത്രങ്ങളൊക്കെ എത്ര അകലെയാണ്, എത്ര വലിപ്പമുള്ളതാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് നക്ഷത്രം എന്നേ പറയാനൊക്കത്തുള്ളൂ. നമ്മുടെ സൂര്യനിൽ വേണമെങ്കിൽ ഭൂമിയെ ഒരു 10 ലക്ഷം ഭൂമിയെ അതിനകത്ത് ഇടാം. അതുപോലെ സൂര്യനൊരു ആവറേജ് നക്ഷത്രമാണെങ്കിൽ ആയിരക്കണക്കിന് സൂര്യന്മാരെ ഇടാവുന്ന നക്ഷത്രങ്ങൾ വരെ ഈ പ്രപഞ്ചത്തിലുണ്ട്.
അവയൊക്കെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്ത് അവയൊക്കെ നിലനിർത്തുകയൊക്കെ ചെയ്യുന്ന അവയ്ക്കൊക്കെ ആരംഭമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന് മുമ്പ് അദ്ദേഹമുണ്ട്. അദ്ദേഹത്തെ നമ്മൾ ദൈവമെന്ന് വിളിക്കുന്നു. ദൈവമെന്ന് വിളിക്കുമ്പോൾ ഇതിനെല്ലാം സൃഷ്ടിച്ച ആ വ്യക്തിത്വം, അതാണ് നമ്മൾ ദൈവമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം പ്രപഞ്ചം നോക്കിയാൽ ദൈവത്തിൻ്റെ മഹത്വമാണ് കാണിക്കുന്നത്. ദൈവത്തിൻ്റെ വലിപ്പം, ദൈവത്തിൻ്റെ ജ്ഞാനം, ഇതെല്ലാം ഈ പ്രപഞ്ചം വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് പൊട്ടിത്തെറിയുന്ന ഇങ്ങനൊരു മഹത്തായ, അതിഭയങ്കരമായ, അതീവ സങ്കീർണതയുള്ള ഒരു പ്രപഞ്ചത്തെ പൊട്ടിത്തെറിക്ക് കൊണ്ടുവരാനൊക്കത്തില്ല. പ്രപഞ്ചം പഠിക്കണമെങ്കിൽ നിങ്ങൾ ഹയർ മാത്തമാറ്റിക്സ് പഠിക്കണം. യൂണിവേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ ഹയർ മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്കലായിട്ടാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് മാത്തമാറ്റിക്സ് അറിയാം. അദ്ദേഹത്തിൻ്റെ നോളജ് എത്ര വലുതാണ്. നിങ്ങൾ ഇനിയും പ്രപഞ്ചത്തെ നോക്കുമ്പോൾ അങ്ങനെ ഒരു സൃഷ്ടാവിൻ്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ഫലമായിട്ടാണ്, ദൈവത്തിൻ്റെ എഫക്റ്റായിട്ടാണ് ഇത് കാണുന്നത് നോക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ബഹുമാന പുരസ്സരം ഓർക്കുകയും അദ്ദേഹത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. ജീവിതത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് മനസ്സിലാകണമെങ്കിൽ ജീവനെക്കുറിച്ച് നമ്മൾ മനസ്സിലാകണം. ജീവൻ്റെ ഉൽപ്പത്തി എങ്ങനെയാണ്, മനുഷ്യനെങ്ങനെ ഉണ്ടായത് എന്നുള്ളതാണ്. മനുഷ്യൻ ഇന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായതെങ്കിൽ ജീവന് വലിയ അർത്ഥമൊന്നുമില്ല, യാദൃശ്യമായിട്ടുണ്ടായി. അതല്ല, ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ ഈ ലൈഫിൻ്റെ പുറകിലുണ്ടെങ്കിൽ, ലൈഫിൻ്റെ കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊരു റീസൺ കാണും നമ്മളെ സൃഷ്ടിച്ചതിന്. ഇത് ബുദ്ധിജീവികളുടെ ഇടയിൽ വലിയൊരു ഇഷ്യൂ ആണ്, ജീവൻ എങ്ങനെ ഉണ്ടായി. എന്നാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ തലമുറകളെ പഠിപ്പിച്ചിരുന്നത് ജീവൻ്റെ കാരണക്കാരനൊരു ബുദ്ധി സംവിധായകൻ, ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനറുണ്ട്. പണ്ട് പഠിപ്പിച്ചിരുന്ന ഒരു പുസ്തകം ഞാൻ നിങ്ങളെ കാണിക്കാം. 1802 എഴുതിയൊരു ബുക്കാണ്. ഈ ബുക്കിൻ്റെ പേര് പാലീസ് വാച്ച് മേക്കർ. അതായത് പാലീസ് നാച്ചുറൽ തിയോളജി, ഫസ്റ്റ് പബ്ലിഷ് ഇൻ 1802. 1802 ഈ ബുക്ക് എഴുതിയത് വില്യം പാലി. അതിൻ്റെ റിവൈസ്ഡ് വേർഷനാണ് ഈ ബുക്ക്. 1802 ഇംഗ്ലീഷിലാണല്ലോ അന്നത്തെ കാലത്ത് എഴുതിയത്. കുറച്ചുകൂടെ റിവൈസ് ചെയ്ത് പുതിയ രീതിയിൽ എഴുതിയിരിക്കുന്ന ബുക്കാണ് പാലീസ് വാച്ച് മേക്കർ. അതായത് അന്നത്തെ കാലത്ത് കോളേജിൽ, ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ ഒരു ഡിസൈനർ കാണും. ഒരു കല്ല് കണ്ടാൽ നമുക്ക് വലിയ പ്രത്യേകതയില്ല, അതൊരു നാച്ചുറൽ ഓബ്ജക്റ്റാണ്. എന്നാലൊരു വാച്ച് കണ്ടാൽ ദർ ഷുഡ് ബി എ വാച്ച് മേക്കർ. അതായിരുന്നു ഈ ബുക്കിലെ പ്രതിപാദ്യ വിഷയം. നമ്മുടെ യൂണിവേഴ്സ് ഒരു ക്ലോക്ക് പോലാണ്, ഒരു അൺവൈൻഡിങ് ക്ലോക്ക് പോലാണ്. ദർ ഷുഡ് ബി എ ക്ലോക്ക് മേക്കർ ഓർ വാച്ച് മേക്കർ. ഡിസൈൻ ഉണ്ടെങ്കിൽ ഡിസൈനറാണ്. അന്നത്തെ കാലത്തെ ശാസ്ത്രജ്ഞന്മാരെല്ലാം പൊതുവേ അങ്ങനൊരു ഡിസൈനറുണ്ട് എന്നുള്ള കാഴ്ചപ്പാടിലാണ്. അന്നൊരു ബുക്കിൽ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്ന, ദൈവത്തിൻ്റെ മഹത്വം. ശാസ്ത്രം പഠിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ പഠിക്കുക, ശാസ്ത്രീയ നിയമങ്ങൾ പഠിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ നിയമങ്ങൾ പഠിക്കുക. കാരണം ഒരു ലോ ഉണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ ലോ ഗിവർ, ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ ഡിസൈനർ. അങ്ങനെ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഫൗണ്ടേഴ്സായിട്ടുള്ള എല്ലാവരും, മോസ്റ്റ് ഓഫ് ദം ആർ ഒരു ഈശ്വരവിശ്വാസികളായിരുന്നു, അല്ലെങ്കിൽ ദൈവവിശ്വാസികളായിരുന്നു. അവരുടെ പഠനം മുഖാന്തരം ദൈവത്തിൻ്റെ മഹത്വത്തെ അവർ മനസ്സിലാക്കുകയാണ് ശാസ്ത്രജ്ഞന്മാർ. നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്ന ഫാരഡേ, ഞാൻ നേരത്തെ പ്രതിപാദിച്ച ഐസക് ന്യൂട്ടൺ, മിക്ക ശാസ്ത്രജ്ഞന്മാരും, അതിൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഫസ്റ്റ് 2.5 നൂറ്റാണ്ടിലുള്ള പ്രതിഭാശാലികളായ ശാസ്ത്രന്മാരെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ പുറകിൽ ഒരു ക്ലോക്ക് മേക്കർ അല്ലെങ്കിൽ വാച്ച് മേക്കർ ഉണ്ട്, ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു. എന്നാൽ ഇതിന് മാറ്റം ഉണ്ടായത് 1859 ഈ ബുക്ക് 1859 അന്ന് പ്രസിദ്ധപ്പെടുത്തിയ ബുക്കാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഓർ ദ പ്രിസർവേഷൻ ഓഫ് ഫേവേർഡ് റേസസ് ഇൻ ദ സ്ട്രഗിൾ ഓഫ് ലൈഫ്. ലോകത്തെ കുലുക്കിയ ഒരു തിയറിയാണെന്നാണ്. നിങ്ങൾക്കറിയാം, ഡാർവിൻ്റെ സിദ്ധാന്തം 1859 പബ്ലിഷ് ചെയ്തെങ്കിലും അതിന് ഇത്ര പിടിയുന്ന ലോകം മുഴുവനും അത് സ്വാധീനം ഉണ്ടാകാൻ കാര്യം ഒരു വലിയ ഡിബേറ്റാണ്.
ആ ഡിബേറ്റ് 1860 നടന്നത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് നടന്നത്. ഡിബേറ്റിൽ ഡാർവിൻ്റെ ബുൾഡോഗ് വേട്ടപ്പട്ടിന്ന് സ്വയം അഭിമാനിച്ചുകൊണ്ടിരുന്ന തോമസ് അഗ്ലിയാണ് ഡിബേറ്റിൻ്റെ ഒരു വശത്ത്. മറ്റൊരു വശത്ത് ഓക്സ്ഫോർഡിലെ പ്രൊഫസർ മാധവാൻറ്റിസിൻ്റെയും തിയോളജിയുടെയും പ്രൊഫസറായ ബിഷപ്പ് വിൽബർഫോഴ്സാണ് മറ്റു വശത്ത്. ഈ ഡിബേറ്റ് ഗ്രേറ്റ് ഡിബേറ്റ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ ഡിബേറ്റിന് ശേഷമാണ് പരിണാമ സിദ്ധാന്തത്തിന് ഇത്രമാത്രം പ്രസക്തി ഉണ്ടായത്. കേൾവിക്കാരും സാധാരണ ജനങ്ങളും വിചാരിച്ചു അക്സിലെ ജയിച്ചു. ഇപ്പോഴും അക്സിലെ ജയിച്ചു എന്നുള്ള ധാരണയാണ് പൊതുവെ ലോകം മുഴുവനും. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് കെമിസ്ട്രി അറിയാൻ മേലായിരുന്നു ഈ ബിഷപ്പിന്. മാധവാൻറ്റിസിൽ അദ്ദേഹം പ്രൊഫസറാണെങ്കിലും കെമിസ്ട്രി അറിയാം. കെമിസ്ട്രി അറിയാവുന്ന ഒരാൾക്ക് ഈ ആർഗ്യുമെൻ്റ് ബിഷപ്പ് തോറ്റെന്ന് പറയാനൊക്കത്തില്ല, ബിഷപ്പ് കറക്റ്റായിരുന്നെന്ന് പറയാനൊക്കും. അത് നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയാം. ആ ആർഗ്യുമെൻറ്റിൻ്റെ പാളിച്ച എന്താ സംഭവിച്ചെന്നുള്ളത് അല്പം കഴിയുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഈ ഡിബേറ്റിന് ശേഷം, ഈ ഗ്രേറ്റ് ഡിബേറ്റിന് ശേഷം ലോകം മുഴുവനും കാട്ടുതീ പോലെ പരന്നു. ബിഷപ്പ് തോറ്റുപോയി, അക്സിലി ജയിച്ചു, പരിണാമ സിദ്ധാന്തം ശരിയാണ്, അങ്ങനെ ലോകം മുഴുവനും അറിയും. നിങ്ങൾക്കറിയാം 1859, ഇന്നേക്ക് ഏകദേശം 183 വർഷം മുമ്പ് ഇതുപോലുള്ള മീഡിയ അല്ലെങ്കിൽ വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ വളരെ കുറവായിരുന്നല്ലോ. കമ്മ്യൂണിക്കേഷന്, അതുപോലെ തന്നെ പ്ലെയിനിൽ യാത്ര ചെയ്യണം, അതുപോലെ സംഗതികൾ കുറവായിരുന്നു. കാരണം ഈ ബുക്ക് ലോകം മുഴുവൻ എത്താനായിട്ടുള്ള സമയമായിട്ടില്ല. പക്ഷേ ഈ വാർത്ത ലോകം മുഴുവൻ എത്തി. അതിന് ശേഷം ലോകം ഒരു പുതിയ ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. 1859 വരെ ശാസ്ത്രലോകം ഒരു സൃഷ്ടാവുണ്ട്, ഒരു ദൈവമുണ്ട് എന്ന് ബഹുഭൂരിപക്ഷം ആളുകൾ വിശ്വസിച്ചു പോരുന്നു. 1859 ശേഷം മറ്റൊരു ചിന്താധാരയിലേക്ക് വന്നു. ഇതെല്ലാം പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഫലമായിട്ട് ഡാർവിൻ പറഞ്ഞ രീതിയിലാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ലോകത്തിലെ ഭൂരിപക്ഷ ആളുകളും മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് അമേരിക്ക, ഇംഗ്ലണ്ട്, ചൈന, സോവിയറ്റ് യൂണിയൻ, നമ്മുടെ ഇന്ത്യയിൽ പോലും പരിണാമ സിദ്ധാന്തം ശരിയാണ്. അതനുസരിച്ച് സ്കൂളിലും കോളേജിലും ഒക്കെ ഇത് പഠിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ മോനെ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച പാഠാവലി എൻ്റെ ഫ്രണ്ടിലുണ്ട്. എൻ്റെ മോള് പഠിച്ച 10ാം ക്ലാസ്സിലെ പാഠം എൻ്റെ ഫ്രണ്ടിലുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. ഈ പാഠപുസ്തകം വഴിയായിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ ഇത് പഠിക്കാൻ തുടങ്ങും. അങ്ങനെ ഇന്ന് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ എല്ലാവരും പരിണാമ സിദ്ധാന്തം ശരിയാണ്, ഒരു പരിണാമത്തിൻ്റെ ഫലമായിട്ടാണ് മനുഷ്യനുണ്ടായത് എന്ന് വിശ്വസിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ജീവിതത്തിന് അർത്ഥമില്ല. നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ് പറഞ്ഞ ശരിയാണ്, അദ്ദേഹത്തിന് എന്തിനാണ് ജീവിക്കുന്നതെന്നുള്ളത് അർത്ഥം അറിയത്തില്ല. ബഹുഭൂരിപക്ഷം ശാസ്ത്രജ്ഞന്മാർക്കും അർത്ഥം അറിയത്തില്ല, ജീവിതത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് അറിയത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിന് അർത്ഥമില്ലെങ്കിൽ നമ്മളുടെ ഈ യാത്രക്കാരനെ പോലെ, നമ്മൾ ആ ചെറുപ്പക്കാരനെ പോലെ എങ്ങോട്ട് പോകുന്നൊന്നും അറിയാൻ മേലാത്ത ഒരു സമൂഹം, ജീവിതത്തിന് അർത്ഥം അറിയത്തില്ല, യാത്രയുടെ ഉദ്ദേശം അറിയത്തില്ല, അങ്ങനെ സമൂഹത്തിലാണ്. എന്നാൽ 1960 ശേഷം സിറ്റുവേഷന് വലിയ വ്യത്യാസമുണ്ടായി. 1960 ശേഷം എന്തുണ്ടായി? അനേകം പ്രഗത്ഭന്മാരായ ശാസ്ത്രജ്ഞന്മാർ ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും പഠിക്കാൻ തുടങ്ങി. മറ്റൊരു ചിന്താധാരയിലേക്ക് അവരെത്തി. അത് മറ്റൊരു ചിന്താധാര എന്ന് പറഞ്ഞാൽ ഈ ജീവൻ്റെ പുറകിൽ ഒരു ബുദ്ധി സംവിധായകൻ, ഒരു ഇൻ്റലിജൻ്റ് ഡിസൈനർ, ഒരു വാച്ച് മേക്കർ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതായി. അങ്ങനെ ഒരു വാച്ച് മേക്കർ ഇല്ല എന്ന് പറയുന്ന ഒരു വലിയ സമൂഹമുണ്ട്, വലിയ വാച്ച് മേക്കർ വേണമെന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട്. അപ്പോൾ ഇന്നിത് ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആണ്. കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആണ്. അതായത് ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ ഈ ജീവനും ജീവജാലങ്ങളുടെയും പുറകിൽ ഒരു ഇൻ്റലിജൻ്റ് ഡിസൈനർ, അല്ലെങ്കിൽ ഞാൻ തുറന്നു പറഞ്ഞാൽ ഒരു ദൈവത്തെ ആരോപിക്കുമ്പോൾ മറ്റൊരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ ചാൻസ്, പ്രകൃതി ശക്തികളുടെയും പ്രകൃതിയുടെയും ഫലമായിട്ടുണ്ടായി എന്ന് വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിലെ ഞാൻ വളരെ ആദരണീയരായ ഒരുപാട് പ്രൊഫസർമാർ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറഞ്ഞ സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ അതിലെ ബയോളജി ടീച്ചേഴ്സ് ഈ പറഞ്ഞ പരിണാമ സിദ്ധാന്തമാണ്
അവർ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇഷ്ടം പോലെ പുസ്തകങ്ങൾ കേരളത്തിൽ അവൈലബിളാണ്. പാഠപുസ്തകങ്ങൾ വഴി നമുക്ക് പഠിക്കുന്നുണ്ട്. കൂടാതെ പരിണാമം എന്നാലെന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ണിവർമ്മ സാർ എഴുതിയിരിക്കുന്ന ഈ ബുക്ക് കേരളത്തിൽ അവൈലബിളാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധപ്പെടുത്തിയാണ്. പിന്നെ ഡാർവിൻ്റെ 150 വർഷമായി അദ്ദേഹത്തിൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്ത് 150 വർഷമായപ്പോൾ ലോകം മുഴുവനും ആഘോഷിച്ചു. അതിൻ്റെ ഫലമായിട്ട് കേരളത്തിലും ഇന്ന് പ്രസിദ്ധപ്പെടുത്തിയ പുസ്തകമാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ബുക്കാണ് മനുഷ്യചിന്തയെ മാറ്റിമറിച്ച മനീഷികൾ, ഗലീലിയോ ഡാർവിൻ. മറ്റൊരു പുസ്തകമാണ് ശാസ്ത്ര ക്ലാസ്സുകൾക്ക് കൈപ്പുസ്തകം, പരിണാമം 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യരെല്ലാവരും ഒരുപോലെ. ഇതുപോലെ ഇനിയും പല പുസ്തകങ്ങൾ കേരളത്തിൽ അവൈലബിളാണ്. പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെഴുതിയിരിക്കുന്ന ധാരാളം പുസ്തകങ്ങളുണ്ട്. ഈ തരുണത്തിലാണ് നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മറുവശം, ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ കേരളത്തിൽ മലയാള മനോരമ, മാതൃഭൂമി ഈ പേപ്പറുകൾ വഴിയായിട്ട് ഞാൻ ധാരാളം വാർത്തകൾ പരിണാമത്തിനെ സപ്പോർട്ട് ചെയ്ത വാർത്തകൾ ഒരിക്കൽ കണ്ടു. ഡാർവിൻ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ശാസ്ത്ര വിപ്ലവത്തിൻ്റെ കാരണക്കാരനാണെന്ന് പറഞ്ഞ ഈ പറഞ്ഞ ബുക്കിൽ പറഞ്ഞ ഒരു ദി തിയറി ദാറ്റ് ഷുക്ക് ദ വേൾഡ് ആർട്ടിക്കിൾസുകൾ ധാരാളം വരാറുണ്ട്. ഈ തരുണത്തിൽ ജീവൻ ഇങ്ങനെ പരിണമിച്ചുണ്ടാകാൻ ഒക്കുമോ, മനുഷ്യൻ പരിണമിച്ചുണ്ടാകാൻ ഒക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പരിണാമം എന്നാൽ എന്തെന്ന് നമ്മൾ അറിയണമല്ലോ. 10ാം ക്ലാസ്സിലെ പാഠാവലിയിൽ നിന്ന് തന്നെ ഞാൻ വായിക്കാം. ഭൂമിയിൽ ജീവൻ ആവിർഭവിച്ച കാലം തൊട്ട് ഇന്ന് വരെ ജീവികളുടെ രൂപത്തിലും ഘടനയിലും ഗുണധർമ്മങ്ങളിലും ഉണ്ടായ മാറ്റങ്ങൾക്കെല്ലാം കൂടി ജീവപരിണാമം എന്ന് പറയുന്നു. കുറെ കൂടി വിശാലമായ അർത്ഥത്തിൽ ജീവൻ്റെ ഉത്ഭവത്തിന് നിദാനമായ പ്രക്രിയകളെല്ലാം ചേർന്നതാണ് ജീവപരിണാമം. ചുരുക്കി പറഞ്ഞാൽ ലളിതമായ ഘടനയും രൂപമുള്ള ജീവികളിൽ നിന്ന് കൂടുതൽ സങ്കീർണമായ ഘടനയുള്ള ജീവികൾ വികസിച്ചു വരുന്ന അനുക്രമമായ പ്രക്രിയയാണ് ജീവപരിണാമം. ജീവപരിണാമ പ്രക്രിയയ്ക്ക് ഉപോത്ബലകമായി നിരവധി തെളിവുകൾ ശാസ്ത്രജ്ഞന്മാർ നൽകുന്നുണ്ട്. അപ്പം ജീവപരിണാമം എന്നുള്ളതിന് അടുത്ത നാളിൽ കേരളത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ഒരു പുസ്തകത്തിൽ നിന്ന് ഇവിടെ ഞാൻ വായിക്കാം. പുസ്തകത്തിൻ്റെ പേര് മനുഷ്യ ശരീരം മഹാത്ഭുതം. അതെഴുതിയത് ഡോക്ടർ CN പരമേശ്വരൻ, DC ബുക്സ്, കോട്ടയം, 2000 ആണ്ടാണ്. അതിൽ 1ാമത്തെ പേജ് വായിക്കുമ്പോൾ നമുക്കൊരു ചിത്രം, കുറച്ചുകൂടെ വിശദമായൊരു ചിത്രം കിട്ടും. ഞാൻ വായിക്കാം. മനുഷ്യ ശരീരം മഹാത്ഭുതങ്ങളിൽ മഹാത്ഭുതമാണ്. അതിലെ ഓരോ കോശവും ഒരു അത്ഭുതമാണ്. എന്നാൽ ഈ മഹാത്ഭുത ശരീരം വാർത്തെടുക്കുവാൻ 400 കോടിയോളം കൊല്ലം വേണ്ടി വന്നു എന്നത് മറ്റൊരു മഹാത്ഭുതമാണ്. ആദ്യത്തെ ജീവാങ്കുരണം നടന്നിട്ട് ഏകദേശം 400 കോടി കൊല്ലമായെന്നാണ് ശാസ്ത്രത്തിൻ്റെ കണക്കൂട്ടൽ. ആരാണ് ഈ മഹാത്ഭുതം വാർത്തെടുത്തത്? അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തിയെ അല്ലെങ്കിൽ ശക്തികളുടെ സാകല്യത്തെ അമൂർത്തമായി നാം മൊത്തത്തിൽ പരിണാമം എന്ന് പറയുന്നു. ഒന്നിൽ നിന്ന് അല്പം വിഭിന്നമായി മറ്റൊന്നുണ്ടാകുന്ന പ്രക്രിയയാണ് ഇവിടെ പരിണാമം എന്ന് പറയുന്നത്. ഈ പരിണാമ പ്രക്രിയയുടെ ഫലമായിട്ടാണ് ആദ്യത്തെ ജീവകണികളിൽ നിന്ന് വൈറസ്, ബാക്ടീരിയ തുടങ്ങിയ മൈക്രോബുകളും പിന്നെ അമീബ പോലുള്ള ഏകോശ ജന്തുക്കളും പിന്നീട് ഹൈഡ്ര, സ്പോഞ്ച് എന്നിങ്ങനെയുള്ള ബഹുകോശ ജീവികളും ഉടലെടുത്തത്. പിന്നെ പുഴുക്കളും അട്ടകളും ശലഭങ്ങളും ഞണ്ടുകളും ഉണ്ടായി. അവിടെ നിന്നങ്ങോട്ട് മത്സ്യം, തവള, പാമ്പ്, പക്ഷി എന്നിവയും ഒടുവിൽ സസ്തനികളും ഏറ്റവും അവസാനമായി മനുഷ്യനുമുണ്ടായി. ഇതാണ് പരിണാമ സിദ്ധാന്തം ഉദ്ഘോഷിക്കുന്നത്. ഇതിനാണ് ഏകദേശം 400 കോടി കൊല്ലമെടുത്തത്. അതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യ ശരീരം വാർത്തെടുക്കാൻ ഏകദേശം 400 കോടി കൊല്ലം വേണ്ടി വന്നുവെന്ന്. എന്നാൽ ഒന്ന് നാം മനസ്സിലാക്കണം, ഇന്ന് മനുഷ്യ ശരീരത്തിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിലും പരിണാമത്തിന് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നില്ല. പരിണാമത്തിനൊരു ലക്ഷ്യവും ആസൂത്രണമില്ല. ആകസ്മിക സംഭവങ്ങളിൽ ഒരു നീണ്ട ഘോഷയാത്രയാണിത്. ബാക്ടീരിയയിൽ നിന്ന് അമീബ ഉണ്ടായത് തികച്ചും ആകസ്മികമായിരുന്നു. മത്സ്യത്തിൽ നിന്ന് തവളയുണ്ടായതും കുറേ ആകസ്മികതകളുടെ അനന്തരഫലമായിരുന്നു. മനുഷ്യൻ്റെ ആവിർഭാവവും തദൈവ. അങ്ങനെ മനുഷ്യൻ എന്ന മഹാത്ഭുതം 400 കോടി കൊല്ലങ്ങളിലൂടെ ഇഴഞ്ഞു നീങ്ങിയ അനന്തസംഖ്യ ആകസ്മിക സംഭവങ്ങളുടെ ഫലമാണ് എന്നത് അവിശ്വസനീയമായി തോന്നാമെങ്കിലും അതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് മനുഷ്യ ശരീരത്തിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിലും പരിണാമത്തിന് അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായില്ല. മനുഷ്യനിങ്ങനെ വരണമെന്ന് വിചാരിച്ചല്ല പരിണാമം തുടങ്ങിയത്. പരിണാമത്തിനൊരു ലക്ഷ്യവും ആസൂത്രണമില്ല.
അദ്ദേഹം പറയുന്ന ആകസ്മിക സംഭവങ്ങളിലെ നീണ്ട ഘോഷയാത്രയാണ്. അവസാനമാണ് മനുഷ്യൻ വരുന്നത്. ഞാനൊരു ഇതെല്ലാം ചുരുക്കി ഒരു ഫോർമുല രൂപത്തിലിടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തതയാകും. അതായത് ജീവൻ, ആകസ്മിക സംഭവങ്ങളുടെ ഫലമായിട്ട് ജീവനുണ്ടായി. അതിന് ഒരു ബുദ്ധി സംവിധായകനോ ദൈവമോ ആരും പ്രവർത്തിച്ചിട്ടില്ല. കോടാനുകൂടി വർഷങ്ങൾ കൊണ്ട് ജീവനുണ്ടായി. അത് ചുരുക്കി എഴുതുകയാണെങ്കിൽ പദാർത്ഥം, അധികം ഊർജം, അധികം കാലം, അധികം ആകസ്മികത മനുഷ്യനിലേക്ക് വന്നു. അപ്പോൾ അത് മനുഷ്യനിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കറിയാം ആദ്യത്തെ ജീവനുണ്ടായി. പിന്നെ നമ്മളീ പറഞ്ഞ പോലെ വൈറസ്, ബാക്ടീരിയ ഇങ്ങനെ വന്ന് അവസാനമാണ് മനുഷ്യനുണ്ടായത്. അതിന് ശാസ്ത്ര ലോകത്ത് ഒരു 7 അസംഷൻസ് ഉണ്ട് പരിണാമ സിദ്ധാന്തത്തിന്. അതുകൂടെ ഞാൻ വായിക്കാം. അത് G.A. കർക്കട്ട് എന്ന് പറഞ്ഞ പ്രൊഫസർ എഴുതിയിരിക്കുന്ന ഇംപ്ലിക്കേഷൻസ് ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞ ബുക്കാണ്. ഒന്നാമത്തെ അസംഷൻ, നോൺ ലിവിങ് മാറ്റർ സ്പോണ്ടേനിയസ്ലി ഗേവ് റൈസ് ടു ലിവിങ് മാറ്റർ അറ്റ് ബയോജനസിസ്. ജീവനുണ്ടായ കാലത്ത് അചേതന വസ്തുക്കളിൽ നിന്ന് സചേതന വസ്തുക്കളുണ്ടായി ജീവനുണ്ടായി എന്നാണ്. രണ്ടാമത്തത്, ദിസ് സ്പോണ്ടേനിയസ് ബയോജനസിസ് ഒക്കേർഡ് ഓൺലി വൺസ്. ഒരിക്കൽ മാത്രമാണ് ഇങ്ങനൊരു ജീവൻ ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലോ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ പല സ്ഥലങ്ങളിലും ജീവൻ ഉണ്ടായിട്ടില്ല. ലോകത്തിൽ ഒരിക്കലായിട്ടാണ് ജീവൻ ഉണ്ടായത്. മൂന്നാമത്തെ അസസ്മെൻ, വൈറസ്, ബാക്ടീരിയ, പ്ലാന്റ്സ്, അനിമൽസ് ആർ ഓൾ ഇവോൾവ് ഫ്രം വൺ അനദർ. വൈറസും ബാക്ടീരിയയും ചെടികളും മൃഗങ്ങളും എല്ലാം ഇങ്ങനെ ഇവോൾവ് ചെയ്ത് പരിണമിച്ചുണ്ടായതാണ്. നാലാമത്തെ അസസ്മെൻ, മെറ്റസോവൻ എറോസ് ഫ്രം പ്രോട്ടോസോവൻ അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് സ്പോണ്ടേനിയസ് റാൻഡം മ്യൂട്ടേഷൻ ആൻഡ് നാച്ചുറൽ സെലക്ഷൻ വിത്തൗട്ട് പ്ലാനിങ്. പ്ലാനിങ് ഒന്നും ഇല്ലാതെ ഏകോശ ജീവികളിൽ നിന്ന് ബഹുകോശ ജീവികളുണ്ടായി. അതിന് കാരണം നാച്ചുറൽ സെലക്ഷനും മ്യൂട്ടേഷനുമാണ്. അഞ്ചാമത്തെ അസംഷൻ, ദ ഇൻവെർട്ടിബ്രേറ്റ്സ് ആർ ഓൾ ജനറ്റിക്കലി റിലേറ്റഡ് ടു ഈച്ച് അതർ. നട്ടലില്ലാത്ത ജീവികളെല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ജനിതകമായിട്ട് ബന്ധമുണ്ട് നട്ടലില്ലാത്ത ജീവികൾ. ആറാമത്തെ അസംഷൻ, ദ വെർട്ടിബ്രേറ്റ്സ് ആർ ജനറ്റിക്കലി റിലേറ്റഡ് ടു ഇൻവെർട്ടിബ്രേറ്റ്സ്. നട്ടലുള്ള ജീവികൾ നട്ടലില്ലാത്ത ജീവികളുമായിട്ട് ജനിതകമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. 7, ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ ജനറ്റിക്കലി റിലേറ്റഡ് ടു വൺ അനദർ. നട്ടലുള്ള ജീവികളെല്ലാം തമ്മിൽ ജനിതകമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. 7 അസംഷൻസാണ്. നമുക്കറിയാം അവരുടെ പഠിപ്പിക്കുന്നത് അനുസരിച്ച് നട്ടലുള്ള ജീവികളിൽ നിന്നാണ് ഫിഷ് ഗേവ് റൈസ് ടു ആംബീബിയ. ഡോക്ടർ പുസ്തകത്തിൽ പറഞ്ഞ ആംബീബിയ അല്ലെങ്കിൽ ഉഭയജീവികൾ, വെള്ളത്തിലും കരയ്ക്കും ജീവിക്കുകയാണ്. ആംബീബിയയിൽ നിന്ന് റെപ്റ്റൈൽസ് ഉണ്ടായി. ചില റെപ്റ്റൈൽസിൽ നിന്ന് ബേഡ്സ് ഉണ്ടായി. ചില റെപ്റ്റൈൽസിൽ നിന്ന് സസ്തനജീവികളുണ്ടായി. സസ്തനജീവികളിലാണ് കുരങ്ങ് വർഗത്തിൽപ്പെട്ട ജീവികൾ മനുഷ്യനെ അതുപോലെ ഉണ്ടായി. അവസാനം മനുഷ്യനുണ്ടായി. ഇതാണ് പരിണാമത്തിൻ്റെ കഥ ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ കഥ ഇതാണ് ലോകം മുഴുവനും പഠിപ്പിക്കുന്നത്. 1860 ശേഷമുള്ള സിറ്റുവേഷനാണ്. 60 മുമ്പ് എങ്ങനെയാണ്? ഇതിൻ്റെ പുറകിലൊരു ബുദ്ധി സംവിധായകൻ, ഒരു ക്ലോക്ക് മേക്കർ അല്ലെങ്കിൽ വാച്ച് മേക്കർ ഉണ്ട് എന്നുള്ളതാണ്. 1860 ശേഷം ഇതെല്ലാം പരിണമിച്ചു വന്നു, നാച്ചുറലായിട്ടുണ്ടായി എന്നുള്ളതാണ്. ഇതിലെ സത്യാവസ്ഥ നമുക്കറിയണം. ഇതിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ട് നമുക്കിത് പരിശോധിക്കണം. എൻ്റെ ചെറുപ്പകാലത്തിൽ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു വിഷയമായിരുന്നു ഡിറ്റക്റ്റീവ് നോവൽ. ഡിറ്റക്റ്റീവ് നോവൽ എന്താണ്? ഒരു കൊലപാതകമോ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ആരാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളത് ആയിരുന്നു. അപ്പം കൊലപാതകം പണ്ട് നടത്തിയതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഡെഡ് ബോഡി നമ്മുടെ കേരളത്തിലുള്ളൊരു വനം, പൊന്തമ്പഴ വനം, റാന്നിക്കടുത്തുള്ള വനമാണ്. ഒരു ഡെഡ് ബോഡി അവിടെ കിടക്കുന്നു. ഞാനൊരു ഡിറ്റക്റ്റീവ് ആണെങ്കിൽ ഇതെങ്ങനെയാണ് ആൾ മരിച്ചത്? നാച്ചുറലായിട്ടുള്ള ഡെത്താണോ? വിറക് പെറുക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാണോ? അതോ വേറെ എവിടെയെങ്കിലും മരിച്ചിട്ട് ഇവിടെ കൊണ്ടിട്ടതാണോ? അതോ ഇടിമിന്നലുകൾ കൊണ്ട് മരിച്ചതാണോ? അതോ ആരെങ്കിലും കൊലപാതകം നടത്തിയാണോ അദ്ദേഹത്തെ കൊന്നത്? അതുപോലെ വേറെ അപ്പം ഒരു മൃഗങ്ങൾ, കാട്ടുമൃഗം കൊന്നാണോ?
ഉപദ്രവിച്ചാണോ ഇദ്ദേഹം മരിച്ചിരിക്കുന്നത്? ഡെത്ത് സംഭവിച്ചു. ഡിറ്റക്റ്റീവ് ചെയ്യുന്നത് അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് മോസ്റ്റ് പ്രോബബ്ലി ഇങ്ങനെയാണ് മരണം നടന്നത് എന്ന് വിചാരിക്കും, എന്ന് കൺക്ലൂഷൻ എത്തും. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാണ് മനുഷ്യൻ്റെ ഉൽപ്പത്തി, ജീവൻ്റെ ഉൽപ്പത്തി. മനുഷ്യൻ്റെ ഉൽപ്പത്തി നമ്മൾ കണ്ടത്, ജീവൻ്റെ ഉൽപ്പത്തി കഴിഞ്ഞ് അനേക സ്റ്റേജ് വഴിയാണ് മനുഷ്യൻ വരുന്നത്. അതുവരെ നമുക്ക് പരിശോധിക്കാം, പക്ഷേ സമയം ഒരുപാടെടുക്കും. ഈ ഫിഷിൽ നിന്ന് ആംബിബിയനിലേക്ക് വന്നു, ആംബിബിയിൽ നിന്ന് റെപ്റ്റൈൽ വന്നോ, റെപ്റ്റൈലിൽ നിന്ന് സസ്തനജീവി വന്നോ, സസ്തനജീവികളിൽ നിന്ന് മനുഷ്യൻ വന്നോ എന്നുള്ളത് പരിശോധിക്കണമെങ്കിൽ കുറേ സമയമെടുക്കും. അതിനു പകരം ജീവൻ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഉണ്ടാവും. പ്രകൃതി ഒരു ബുദ്ധി സംവിധായനെ കൂടാതെ ഒരു ജീവകോശം ഉണ്ടാകുമോ, ജീവൻ ഉണ്ടാകുമോ? ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയതുകൊണ്ട് ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഒരു 10 നില ബിൽഡിംഗ് ഉണ്ട്, ഒരു ഫ്ലാറ്റ് ഉണ്ട്. ഫ്ലാറ്റിലെ എല്ലാ ഫ്ലോറിലും ഇലക്ട്രിസിറ്റി ഉണ്ടോ, എല്ലാ മുറിയിലും ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യനാണ്. നമുക്കെന്ത് ചെയ്യാം? ഓരോ ഫ്ലോറിലും കയറി ഇലക്ട്രിസിറ്റി ഉണ്ടോ എന്ന് ഒരു മൾട്ടിമീറ്റർ കൊണ്ട് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ലാമ്പ് കൊണ്ട് പരിശോധിക്കാം. കറണ്ട് ഉണ്ടോ, ഇലക്ട്രിസിറ്റി ഉണ്ടോ, ഓരോ ഫ്ലോറിലും പോകാം. ഞാനൊരു ഇലക്ട്രിക്കൽ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? ഈ KC ബോർഡിൽ നിന്ന് ഇലക്ട്രിസിറ്റി എടുത്ത ആ മെയിൻ സ്വിച്ച് കറണ്ട് ഉണ്ടോ എന്ന് നോക്കും. മെയിൻ സ്വിച്ച് കറണ്ട് ഇല്ലെങ്കിൽ നോക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞ പോലെ ജീവൻ്റെ ഉൽപ്പത്തി ഈ പരിണാമ സിദ്ധാന്തക്കാർ പറയുന്ന പോലെ, പരിണാമം എന്നാലെന്ന് പറഞ്ഞ ബുക്കിൽ പറയുന്ന പോലെ ഇതുപോലെ ഉണ്ടാകുമോ, അതോ ഒരു ബുദ്ധി സംവിധായകൻ അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻ്റ് ഡിസൈനറുടെ ഫലമായിട്ടാണോ ജീവൻ ഉണ്ടായത് എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. അങ്ങനെ ജീവൻ ഉണ്ടാകത്തില്ലെങ്കിൽ മറ്റ് ഓരോ ഫ്ലോറിലേക്ക് കയറേണ്ട ഇലക്ട്രിസിറ്റി മെയിൻ സ്വിച്ച് ഇല്ലെങ്കിൽ വേറെ ഒന്നും പോകേണ്ട ആവശ്യമില്ല, നടക്കത്തില്ല എന്ന് പറയാം. അതുകൊണ്ട് ജീവൻ്റെ ഉൽപ്പത്തി പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഡാർവിൻ്റെ ബുക്കിനകത്ത് ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒരു വാചകം പോലും ഇല്ല. കാരണം അദ്ദേഹം ഒറിജിനൽ സ്പീഷീസ്, ജീവജാലങ്ങളുടെ ഉൽപ്പത്തി എന്നുള്ള വിഷയമാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. എന്നാൽ പിൽക്കാലത്തുള്ള സോവിയറ്റ് യൂണിയനിലെ ശാസ്ത്രജ്ഞന്മാരാണ് ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ആശയങ്ങൾ ശാസ്ത്രലോകത്തിന് കൊടുത്തത്. 1920കളിൽ ഒപ്പാറിൻ എന്ന് പറഞ്ഞ റഷ്യൻ ശാസ്ത്രജ്ഞൻ ഇതിനെക്കുറിച്ചുള്ള ചില ആശയങ്ങൾ ലോകത്തിന് കൊടുത്തു. മറ്റൊരു ശാസ്ത്രജ്ഞനാണ് ഹാൽഡേ. ഇവരൊക്കെയും ജീവൻ എങ്ങനെയാണ് പരിണമിച്ചുണ്ടായതെന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. അത് ഈ ബുക്കുകളിലൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് ജീവൻ്റെ ഉൽപ്പത്തി പരിണാമം വഴിയാണോ, ഒരു ഇൻ്റലിജൻ്റ് ഡിസൈനർ വഴിയാണോ എന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ പ്രാധാന്യം ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ജീവൻ്റെ ഉൽപ്പത്തി ഏറ്റവും പ്രാധാന്യമേറിയൊരു വിഷയമാണ്. ആ വിഷയം ആയതുകൊണ്ട് 1956 സോവിയറ്റ് യൂണിയനിലെ ഏകദേശം ലോകരാഷ്ട്രത്തിൽ നിന്നുള്ള 17 രാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ വന്ന് ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ഇൻ്റർനാഷണൽ സിമ്പോസിയം നടത്തി. ഞാൻ മുമ്പേ പറഞ്ഞ ഡോക്ടർ A.I. ഒപ്പാറിനായിരുന്നു അതിൻ്റെ സംഘാടകനും പ്രധാനപ്പെട്ട പ്രസംഗം ചെയ്ത ആളും കീനോട്ട് അഡ്രസ്സ് കൊടുത്ത് ഒപ്പാറിനാണ്. 1957 തുടങ്ങിയിട്ട് ഇന്ന് ഏകദേശം 8-10 ഇൻ്റർനാഷണൽ സിമ്പോസിയം നടന്നെങ്കിലും ഇന്ന് വരെയും ജീവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാർ വന്ന് പറഞ്ഞു വരും. അപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചൊന്ന് പഠിക്കണം, ഒരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ജീവൻ പരിണമിച്ചാണോ ഉണ്ടായത് അതോ ഒരു ഇൻ്റലിജൻ്റ് ഡിസൈനറുടെ ഫലമായിട്ടാണോ ഉണ്ടായത് എന്നുള്ളത് മുൻവിധിയില്ലാതെ നമ്മൾ പഠിക്കണം. പണ്ട് പഠിച്ചത് നിങ്ങൾ സ്കൂളിലും കോളേജിലും പഠിച്ചത് ഒരു വിഷയമായിരിക്കാം. എങ്കിലും ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, മുൻവിധിയില്ലാതെ ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചൊന്ന് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞിട്ട് ഏതാണ് ശരി എന്ന് നമ്മൾ നോക്കണം. ജീവൻ്റെ ഉൽപ്പത്തി ഈ പറഞ്ഞ ഒപ്പാറിനും ഹാൽഡേനും ഒക്കെ പറഞ്ഞ രീതിയിൽ ഉണ്ടാകുമോ, അതോ 1860 മുമ്പുള്ള ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു ഇൻ്റലിജൻ്റ് ഡിസൈനർ വാച്ച് മേക്കറിൻ്റെ ഫലമാണോ, ഒരു ബുദ്ധി സംവിധായകൻ്റെ ഫലമാണോ ജീവൻ്റെ ഉൽപ്പത്തി ഉണ്ടായത് എന്ന് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് നമ്മൾ മുൻവിധികളൊന്നും പാടില്ല. ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ കുറ്റാന്വേഷകൻ എപ്പോഴും